ഒരുപാട് പേർക്ക് ഇത് ആശ്വാസമാണ്, നല്ല കാര്യമാണ്. ഇത് മുന്നോട്ട് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും, സാമ്പത്തിക പ്രശ്നങ്ങൾ വരും. അത് സർക്കാർ നികത്തുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഇത് അഥവാ ഇനി അങ്ങോട്ട് മുന്നോട്ട് ഒരു 3 മാസം നോക്കിയിട്ട് ആണ് പിന്നെ ബാക്കിയുള്ള ഫാസ്റ്റുകൾക്കും സൂപ്പർ ഫാസ്റ്റിനൊക്കെ കൊടുക്കണോ വേണ്ടോ എന്ന് ആലോചനയുണ്ട്. കോളേജുകളായാലും സ്കൂളുകളായാലും എല്ലാം ഫ്രീ അല്ലേ, അതിൻ്റെ കൂടെ ഇതും ഫ്രീ. പൈസ സർക്കാർ തരുമല്ലോ, KSRTCക്ക് തരുമല്ലോ, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അത് സർക്കാർ ഇങ്ങനെ കൊടുത്തപ്പോഴത്തേന് അവരുടെ ഭവനത്തിന്, അവരുടെ വീടിന് അത് അവർക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കാണും, ചിലപ്പോൾ ആ ഒരു സഹോദരിയുടെ വരുമാനം കൊണ്ടൊക്കെ കുടുംബം കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ കൊടുത്ത ഈ കാര്യം നല്ലൊരു കാര്യം തന്നെയാണ്. ഒരു പെണ്ണുങ്ങൾക്ക് മാത്രം ഒരു ST ആയിട്ട് കൊടുക്കാമായിരുന്നു. ഇപ്പം ചേർത്തലയിൽ നിന്ന് മെഡിക്കൽ കോളേജ് വരെ വരുന്നതിന് 48 രൂപ ആവും, അവർക്കൊരു 10 രൂപ ST. അതായിരുന്നെങ്കിൽ ഗവൺമെൻറ്റിന് ഇപ്പം 40 കോടി രൂപയോളം ഇപ്പം ഇതിന് കൊടുത്തപ്പോൾ 40 കോടി രൂപയോളം ചിലവുണ്ട് ഒരു മാസം. അതിൻ്റെ പകുതി ഈ ST ആയിട്ട് വരുമായിരുന്നു. KSRTC അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സർക്കാർ തിരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനം ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഒഫീഷ്യലി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. ചെറിയ കുടുംബത്തിൽ നിന്ന്, ചെറിയ ബേക്കറിയിലാണെങ്കിലും തുണിക്കടയിലാണെങ്കിലും അവിടെയൊക്കെ പോകുന്ന അവർ നിസ്സാര ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത്. അവരുടെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന മാസ വരുമാനത്തിൽ 30 ദിവസം വണ്ടിയെ സ്ഥിരം പോകുകയെന്ന് വെച്ചാൽ ഒരു ന്യായമായ തുക ചിലവാകും. അപ്പോൾ അത് സർക്കാർ ഇങ്ങനെ കൊടുത്തപ്പോഴത്തേന് അവരുടെ ഭവനത്തിന്, അവരുടെ വീടിന് അത് അവർക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കാണും, ചിലപ്പോൾ ആ ഒരു സഹോദരിയുടെ വരുമാനം കൊണ്ടൊക്കെ കുടുംബം കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ കൊടുത്ത ഈ കാര്യം നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഗവൺമെൻറ് ജോലിയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ഇതൊരു അധിക ആനുകൂല്യമായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ എല്ലാവരും തുല്യരാണല്ലോ. അതിപ്പം ഗവൺമെൻറ് ജോലിയെന്നോ കൂലിപ്പണിയെന്നോ അല്ലെങ്കിൽ കടയിൽ നിൽക്കുന്ന ജോലിയെന്നോ അങ്ങനെ ഒരിക്കലുമില്ല. സ്ത്രീ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒറ്റ രീതിയിൽ തന്നെ. ഇത് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ ഈ പദ്ധതി? തീർച്ചയായിട്ടും. സർക്കാർ ഒന്നും കാണാൻ ചെയ്യത്തില്ല. ഇപ്പം പരസ്യമായിട്ടും പല രീതിയിലും വരുമാനം സർക്കാരിന് കിട്ടും. ഒരിക്കലും നഷ്ടം ഉണ്ടാകത്തില്ല. KSRTC ഒരിക്കലും നഷ്ടത്തിൽ പോകത്തില്ല. ഇത് മുന്നോട്ട് ഫാസ്റ്റിലും സൂപ്പർ ഫാസ്റ്റിലും ഒക്കെ ആകുമെന്ന്, ആ ആനുകൂല്യം അതിലും ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. 100 ദിവസം കഴിഞ്ഞ് അടുത്ത ഫാസ്റ്റിലോട്ടൊക്കെ നോക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു കാര്യമാണ് ഗവൺമെൻറ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പാവപ്പെട്ട രോഗികൾ, ഞാൻ ചേർത്തല ഓടുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ചേർത്തലയിൽ നിന്ന് ഒരുപാട് ഈ കിഡ്നി പ്രോബ്ലമായിട്ടുമൊക്കെ ഒരുപാട് ആളുകൾ ഒന്നരാടം മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വലിയ ആശ്വാസമാണ്. ഇപ്പം പലരുടെയും കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിച്ച് അവർക്കൊക്കെ കൊടുത്തിട്ടുമുണ്ട്, അവരെ സഹായിച്ചിട്ടുണ്ട്. കാരണം അവരുടെയൊക്കെ വാട്സപ്പ് നമ്പരൊക്കെ എപ്പോഴും ബസ്സിൻ്റെ ഫ്രണ്ടിൽ കയറിയിരുന്നവർ എന്നോട് വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരോട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഇതൊരു വലിയ അനുഗ്രഹമാണ്. പക്ഷേ അതിൻ്റെ പുറകിൽ മുതലെടുക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇന്നിപ്പം ഇവിടെ കുറച്ച് മുമ്പ് BJPയുടെ ഒരു പ്രകടനം നടന്നു, എല്ലാ വണ്ടിക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. പശ്ചിമ ബംഗാളിൽ കൊടുക്കുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു അവിടെ പോയി കയറിക്കോ. അവിടെ ഞാനുമായിട്ടൊരു ഉടക്കം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ തിരുവല്ല പോയിച്ചും വന്നത്. ഒരുപാട് പേർക്ക് ഇത് ആശ്വാസമാണ്, നല്ല കാര്യമാണ്. ഇത് മുന്നോട്ട് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും, സാമ്പത്തിക പ്രശ്നങ്ങൾ വരും. അത് സർക്കാർ നികത്തുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഇത് അഥവാ ഇനി അങ്ങോട്ട് മുന്നോട്ട് ഒരു 3 മാസം നോക്കിയിട്ട് ആണ് പിന്നെ ബാക്കിയുള്ള ഫാസ്റ്റുകൾക്കും സൂപ്പർ ഫാസ്റ്റിനൊക്കെ കൊടുക്കണോ വേണ്ടോ എന്ന് ആലോചനയുണ്ട്. അത് 3 മാസം 4 മാസം കഴിഞ്ഞ് ഈ ഓർഡിനറിയുടെ ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ. അത് ഒരു പക്ഷേ സക്സസ് ആയാൽ ഓക്കെയാണ്, ഇല്ലെങ്കിൽ ഫാസ്റ്റിലും സൂപ്പർ ഫാസ്റ്റിലും ഒക്കെ നമ്മൾ പ്രതീക്ഷ ഇനി വേണോ ഈ ആനുകൂല്യം ലഭിക്കാൻ? അത് വേണ്ട. കാരണം അതിന് അഥവാ കൊടുക്കുന്നെങ്കിൽ ഇപ്പം ഇത് ഇത്രയും ചാടിക്കയറി പെട്ടെന്നുള്ളൊരു തീരുമാനം എടുത്തത് എൻ്റെ അഭിപ്രായം കേട്ടോ. ജനങ്ങളുടെ മറ്റുള്ളവരുടെ ആരുടെയും വാക്കുകൾ കേട്ടിട്ടല്ല പറയാൻ. ഒരു പെണ്ണുങ്ങൾക്ക് മാത്രം ഒരു ST ആയിട്ട് കൊടുക്കാമായിരുന്നു. ഇപ്പം ചേർത്തലയിൽ നിന്ന് മെഡിക്കൽ കോളേജ് വരെ വരുന്നതിന് 48 രൂപ ആവും, അവർക്കൊരു 10 രൂപ ST. അതായിരുന്നെങ്കിൽ ഗവൺമെൻറ്റിന് ഇപ്പം 40 കോടി രൂപയോളം ഇപ്പം ഇതിന് കൊടുത്തപ്പോൾ 40 കോടി രൂപയോളം ചിലവുണ്ട് ഒരു മാസം. അതിൻ്റെ പകുതി ഈ ST ആയിട്ട് വരുമായിരുന്നു.
അതൊരു നല്ല കാര്യമായിരുന്നു എനിക്ക് തോന്നുന്നു. അത് ഈ ഗവൺമെൻറ് അല്ലേ തീരുമാനിക്കുന്നത്, അവരെടുക്കട്ടെ തീരുമാനങ്ങൾ, അവരെടുക്കട്ടെ, നമുക്കൊന്നും പറയാനില്ല. നമ്മൾ ഡ്രൈവർ ഓടുന്നു, പോകുന്നു, വരുന്നു, ഇത്ര. ചേട്ടന് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? അതായത് ഈ സൗജന്യയാത്ര പ്രഖ്യാപിച്ചതിന് ശേഷം വണ്ടി ഓടിച്ച് പിന്നെ മാറ്റം എന്ന് പറയുന്നത് ഇപ്പം വണ്ടിയിൽ പെണ്ണുങ്ങൾ കൂടുന്നു, മറ്റുള്ള പിന്നെ പ്രൈവറ്റ് മേഖലകൾക്കൊക്കെ വലിയ ഇന്ന് പല വണ്ടികളും കാലിയടിച്ച് പോകുന്നുണ്ട്. അപ്പം നമുക്കും ഒരു വിഷമമുണ്ട്. കാരണം അവരും കൂടെ നിലനിന്നില്ലെങ്കിൽ ഇവിടെ ഒന്നും പറ്റുന്നില്ല. അവരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയവരല്ലേ, അവർക്കും എന്തെങ്കിലും കിട്ടണ്ടേ. അപ്പം ഇന്ന് ഇതിലേക്ക് ഒരുപാട് പെണ്ണുങ്ങൾ ഇടിച്ചു കയറിയപ്പം അവരുടെ വണ്ടികളെല്ലാം കാലിയായി. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കി നിൽക്കും പെണ്ണുങ്ങൾ. അപ്പോൾ ചേട്ടാ, നമുക്കറിയാം ഇപ്പോൾ സ്ത്രീകൾക്കുള്ള സൗജന്യയാത്ര ഒഫീഷ്യലി ഇന്ന് 15-ാം തീയതി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സ്ത്രീകൾക്ക് ഫ്രീ യാത്ര നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ചാൽ ഗവൺമെൻറ് പല കാര്യങ്ങളും ഫ്രീ ആയിട്ട് ചെയ്യുന്നില്ല. ആശുപത്രി ആയാലും പോലീസ് സ്റ്റേഷൻ ആയാലും പിന്നെ ഇത് നമ്മുടെ കോളേജുകളായാലും സ്കൂളുകളായാലും എല്ലാം ഫ്രീ അല്ലേ. അതിൻ്റെ കൂടെ ഇതും ഫ്രീ, അത്രയേ ഉള്ളൂ. ഇത് മുന്നോട്ട് പോകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായും മുന്നോട്ട് പോകും. നമുക്കറിയാം KSRTC ഒരുപാട് നഷ്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഇത്തരത്തിലെ യാത്ര ഒരുപാട് കോടികളുടെ നഷ്ടമുണ്ടാകുമെന്ന് സർക്കാർ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പൈസ സർക്കാർ തരുമല്ലോ, KSRTC തരുമല്ലോ, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇനി മുന്നോട്ട് ഫാസ്റ്റിലും സൂപ്പർ ഫാസ്റ്റിലും ഈ ആനുകൂല്യം പ്രതീക്ഷിക്കാമോ? അത് ഇപ്പം പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഒന്ന് നോക്കി 100 ദിവസമല്ലേ അവർ പറഞ്ഞിരിക്കണം. ഈ 100 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഒരു രീതി നോക്കിയിട്ട് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യും. അപ്പം അതുപോലെ മലബാർ മേഖലകളിൽ ആ പ്രദേശങ്ങളിലൊക്കെ വളരെയധികം കുറവാണ് ബസ്സുകൾ. അപ്പം തിരുവനന്തപുരത്തൊക്കെയാണ് കൂടുതൽ. അപ്പോൾ അതിനൊരു പരിഹാരം ഉടൻ ഉണ്ടാവുമോ? ഇപ്പം നമ്മൾ തീരുമാനിക്കാനല്ല, മന്ത്രിസഭയല്ലേ തീരുമാനിക്കണം. കൂടുതൽ ബസ് എടുത്ത് അങ്ങോട്ടൊക്കെ സർവീസ് തുടങ്ങിയാൽ നല്ലതായിരിക്കും, കുറച്ചുകൂടെ മെച്ചപ്പെടും നമ്മുടെ KSRTC.